നമസ്കാരം. PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്പനി ബോർഡ് AGS എക്സാമിനേഷൻ തയ്യാറെടുക്കുന്നവർക്കുള്ള ക്യാപ്സ്യൂൾ നമ്പർ 8 ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ എക്സാമിനേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മസ്റ്റായിട്ട് പഠിച്ചിട്ട് പോകേണ്ട കാര്യങ്ങളാണ് ഹോട്ട് ടോപ്പിക്സ് എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. ആ ഹോട്ട് ടോപ്പിക്സ് ആണ് ചെറിയ ചെറിയ ക്യാപ്സ്യൂൾസ് ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഇപ്പൊ നമ്മുടെ എക്സാമിനേഷന് ചോദ്യങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ അത്രയും കോമ്പറ്റീഷനുള്ള എക്സാം ആകുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ടും SCERT ടോപ്പിക്സ്, അത് SCERT ചാപ്റ്റേഴ്സ്, ഏതൊക്കെ ചാപ്റ്റേഴ്സിലാണോ നമ്മുടെ സിലബസ് ടോപ്പിക്സ് ഉള്ളത് ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് നോക്കണം. PYQs നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കണം. അതുപോലെ ഹോട്ട് ടോപ്പിക്സ് നോക്കാതെ നിങ്ങൾ എക്സാമിനേഷന് പോകാൻ പാടില്ല. ഓക്കെ, വെറുതെ നോക്കിയിട്ട് കാര്യമില്ല, പഠിക്കണം, പ്രോപ്പർ റിവിഷൻ ചെയ്യണം. പ്രോപ്പർ റിവിഷൻ അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടേ നിങ്ങൾ എക്സാമിനേഷന് പോകാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മുടെ സിലബസിലുള്ള ഓരോ ടോപ്പിക്കും ഈ SCERT പാഠഭാഗങ്ങളും PYQസും ഹോട്ട് ടോപ്പിക്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് റിവിഷനും മോക്ക് ടെസ്റ്റും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളൊരു ഓൺലൈൻ കോഴ്സായിട്ട് PSC എക്സാം ഗൈഡ് ആപ്പിൽ കൊടുക്കുന്നുണ്ട്. PSC എക്സാം ഗൈഡ് ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇതുപോലെ PSC എക്സാം ഗൈഡിന് ഒരുമിച്ച് ഗ്യാപ്പില്ലാതെ ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നമ്മുടെ ആപ്പ് കിട്ടും. ഇല്ലെങ്കിൽ ആപ്പിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ കൊടുക്കാം. നമ്മുടെ ആപ്പിൽ കമ്പനി ബോർഡ് AGSന് നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ടോപ്പിക് 1 ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. കേരള ഭൂമിശാസ്ത്രമാണ് നമ്മൾ ഇന്ന് തുടങ്ങിയിട്ടുള്ളത്. കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ക്ലാസ്സും റെക്കോർഡ് സെഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ക്ലാസ്സിന്റെ നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് ആപ്പിൽ കിട്ടും. ചെറിയൊരു ഫീസിനാണ് ഈ ഒരു കോഴ്സ് പോകുന്നത്. എക്സാമിനേഷൻ വരെ നിങ്ങൾക്ക് ഈ കോഴ്സ് സപ്പോർട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏറ്റവും ബേസിക് ലെവലിൽ നിന്ന് തന്നെ എല്ലാ ടോപ്പിക്സ് നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനിയും ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൽ കയറുക, അവിടെ കമ്പനി ബോർഡ് AGS എന്നുള്ള കോഴ്സ് എടുക്കുക, അത് പർച്ചേസ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് തുടക്കം ആയതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഗ്യാപ്പ് ഇല്ലാതെ റെക്കോർഡ് സെഷൻസ് ഇപ്പം ഒരു ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൂ, അതിന്റെ റെക്കോർഡ് സെഷൻ കാണാം. മോർണിംഗ്, അതായത് ഉച്ചയ്ക്ക് 12 PM തൊട്ട് 1 PM വരെയാണ് ലൈവ് ക്ലാസ് നടക്കുന്നത്. ഈ ടൈമിൽ ഫ്രീ ആണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കാണാം, അതർവൈസ് നിങ്ങൾക്ക് റെക്കോർഡ് സെഷൻ ക്ലാസ്സുകൾ കാണാം. ഓക്കെ, അപ്പൊ ആപ്പ് PSC എക്സാം ഗൈഡ് ആണ് നമ്മുടെ ആപ്പിന്റെ പേര്. കമ്പനി ബോർഡ് AGSന്റെ കോഴ്സാണ് നിങ്ങൾ ബൈ ചെയ്യേണ്ടത്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട, മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ചില ആർട്ടിക്കിൾസ് ഉണ്ട്. ഈ ബിഗിനേഴ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ആർട്ടിക്കിൾസ് പഠിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ ആർട്ടിക്കിൾസും കൂടെ ആദ്യമായിട്ടൊക്കെ പഠിക്കുമ്പോൾ പലപ്പോഴും കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്, മറന്നു പോകാറുണ്ട്. ഇതെങ്ങനെയെല്ലാം പഠിക്കുമെന്നൊക്കെ തോന്നും. പക്ഷെ കുറച്ച് നാളായിട്ട് എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പല ആർട്ടിക്കിൾസ് ഇപ്പോൾ അവർക്ക് ബൈഹാർട്ട്. എന്തുകൊണ്ടാണ്? പലതവണ അവർ പഠിച്ചത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ആർട്ടിക്കിൾസ് നമുക്ക് കോഡ് വെച്ചൊക്കെ ഒന്ന് ഓർത്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കത്തില്ലേ. അപ്പൊ അങ്ങനെ കോഡ് വെച്ചൊക്കെ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ആർട്ടിക്കിൾസിനെയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ മസ്റ്റ് ആയിട്ട് നമ്മൾ ഇത് പഠിക്കേണ്ട ആർട്ടിക്കിൾസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ഹോട്ട് ടോപ്പിക്സിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ആർട്ടിക്കിൾസ് 4 വരുന്ന, എൻഡിൽ 4 വരുന്ന കുറച്ച് ആർട്ടിക്കിൾസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 24, ആർട്ടിക്കിൾ 44, ആർട്ടിക്കിൾ 54, ആർട്ടിക്കിൾ 124, 214, 324. ഇത്രയും ആർട്ടിക്കിൾസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. 1, 2, 3, 4 അങ്ങനെ ആർട്ടിക്കിൾസ് പോവാണ് അല്ലെ. 470ഓളം ആർട്ടിക്കിൾസ്, അതിനധികം ആർട്ടിക്കിൾസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് പഠിക്കേണ്ട, പക്ഷെ റിപ്പീറ്റ് ആയിട്ട് എക്സാമിനേഷൻ ചോദിക്കുന്നത് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഭാഗത്തുള്ള ആർട്ടിക്കിൾസ് ഒക്കെ നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ ആർട്ടിക്കിൾ 14 നമുക്ക് പരിചയപ്പെടാം. ഇത് നമുക്ക് ഓരോ ആർട്ടിക്കിൾസും പരിചയപ്പെടുമ്പോൾ ആർട്ടിക്കിൾ 14 പറയുന്നത് നിയമസമത്വമാണ്. ഇക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് എന്ത്? ആർട്ടിക്കിൾ 14, നിയമ സമത്വം. ഓക്കെ, ആർട്ടിക്കിൾ 24 എന്ന് പറയുന്നത് ബാലവേല നിരോധനമാണ് പറയുന്നത്. ബാലവേല പാടില്ല, ബാലവേല നിരോധനത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡാണ്. ഓക്കെ, ഏകീകൃത സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡാണ് ആർട്ടിക്കിൾ 44 വരുന്നത്, ഏകീകൃത സിവിൽ കോഡ്. ആർട്ടിക്കിൾ 54 നമ്മുടെ രാഷ്ട്രപതിയുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പാണ് ആർട്ടിക്കിൾ 54 വരുന്നത്, രാഷ്ട്രപതിയുടെ ഇലക്ഷൻ. ഓക്കെ, ആർട്ടിക്കിൾ 124 വന്നിട്ട് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി
ആർട്ടിക്കിൾ 214 ഹൈക്കോടതിയുടെ രൂപീകരണമാണ്. ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ. ഇത്രയും ആർട്ടിക്കിൾസ് എന്താണെന്ന് ഞാൻ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തി. ഇനി നമ്മളിത് കണക്ട് ചെയ്യാനുള്ള കോഡ് പറഞ്ഞു. അപ്പൊ നമുക്ക് ആർട്ടിക്കിൾസ് ഒന്നുകൂടെ ഒന്ന് പഠിക്കാം. ആർട്ടിക്കിൾ 14 എന്ന് പറയുമ്പോൾ ഈ 4 കാണുമ്പോൾ തന്നെ നിങ്ങൾ 4 സൈഡിലുള്ള ഒരു സമചതുരം ഓർക്കുക. സമത്വം. 14 വരുമ്പോൾ 1 4 അല്ലെ 14. ഇത് നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ഒരു സ്ക്വയർ ആക്കുക. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കില്ലേ. സമത്വം ഒന്ന് കണക്ട് ചെയ്യണം കേട്ടോ. ആർട്ടിക്കിൾ 24 പഠിച്ചു വെക്കണം. അത് ബാലവേല പാടില്ല എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ 24. 24ന്റെ മുമ്പിൽ ഒരു 1 കൊടുത്താൽ 124 ആകുമ്പോൾ സുപ്രീം കോടതിയുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആകും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷഫിൾ ചെയ്തിട്ട് 214 ആക്കിയാൽ ഹൈക്കോടതിയുടെ രൂപീകരണമാണ്. ഇനി ഇത് 324 ആക്കി കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന്റെ ആർട്ടിക്കിൾ ആണ്. 54 പ്രസിഡന്റിന്റെ ഇലക്ഷൻ, 44 ഏകീകൃത സിവിൽ കോഡ്. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെ കണക്ട് ചെയ്യാം, ചെറിയൊരു കോഡ് വെച്ചിട്ട് എന്ന് നോക്കാം. ഞാൻ പറയുന്ന കോഡ് നിങ്ങൾ ഓർക്കണം. എല്ലാവരും തുല്യരാകാൻ. എല്ലാവർക്കും തുല്യരാകാൻ ആഗ്രഹമുണ്ടല്ലോ. അതുപോലെ തന്നെ ബാലവേല നിരോധിക്കണം. അത് നമുക്ക് താല്പര്യമില്ലല്ലോ. ബാലവേല നിരോധിക്കാൻ നമുക്ക് 2 ആവശ്യങ്ങളുണ്ട്. ആർട്ടിക്കിൾ 14 എല്ലാവരും തുല്യരാകുക, നിയമസമത്വം വേണം, നമ്മൾ അതിനു വേണ്ടി ആവശ്യപ്പെടുന്നു. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധിക്കണം, നമ്മൾ അതിന് ആവശ്യപ്പെടുന്നു. ഇനി ആർട്ടിക്കിൾ 44 എന്താണ്? ഏകീകൃത സിവിൽ കോഡാണ് അല്ലെ. ഒരു സിവിൽ കോഡ് എന്ന് പറഞ്ഞ ഒരു നിയമമാണ് അല്ലെ, ഏകീകൃത സിവിൽ കോഡാണ്. ആദ്യത്തെ 2 കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി, അതായത് സിവിൽ കോഡ് തുല്യരാകാനും ബാലവേല നിരോധിക്കാനുമായിട്ട് നമുക്കൊരു ഏകീകൃത സിവിൽ കോഡ് വേണം. ഒരു സിവിൽ കോഡിലൂടെ, ഏകീകൃത സിവിൽ കോഡിലൂടെ 54 എന്താ? രാഷ്ട്രപതി തിരഞ്ഞെടുത്തതാണ്. ഈ 2 കാര്യങ്ങൾ ഓർക്കുക. ഏകീകൃത സിവിൽ കോഡിലൂടെ രാഷ്ട്രപതി തിരഞ്ഞെടുത്ത 2 കാര്യങ്ങളാണ്. ആർട്ടിക്കിൾ 14 എല്ലാവരും തുല്യരാകാൻ, 24 ബാലവേല നിരോധിക്കാൻ. എന്തിലൂടെ? 44 ഏകീകൃത സിവിൽ കോഡിലൂടെ. 54 ആര്? രാഷ്ട്രപതി തിരഞ്ഞെടുത്തത്. ആ തിരഞ്ഞെടുത്ത കാര്യം, അങ്ങനെ രാഷ്ട്രപതി തിരഞ്ഞെടുത്ത കാര്യം ആർട്ടിക്കിൾ 124 124 ആരാണ്? സുപ്രീം കോടതിയും. ആർട്ടിക്കിൾ 214 ആരാണ്? ഹൈക്കോടതിയും. ആർട്ടിക്കിൾ 324 എന്താണ്? ഇലക്ഷൻ കമ്മീഷനും ആണ്. അതായത് എല്ലാവരും തുല്യരാകാൻ, ബാലവേല നിരോധിക്കാൻ, ഏകീകൃത സിവിൽ കോഡിലൂടെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുത്തത്. ഈ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എന്തൊക്കെ? എല്ലാവരും തുല്യരാകാനും ബാലവേല നിരോധിക്കാനും എന്തിലൂടെ? ഏകീകൃത സിവിൽ കോഡിലൂടെ ഇത് രണ്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രാഷ്ട്രപതിയെ തെരഞ്ഞെടുത്തത് ആരൊക്കെയാണ്? സുപ്രീം കോടതി, ഹൈക്കോടതി, ഇലക്ഷൻ കമ്മീഷനും കൂടെ ചേർന്നാണ്. ഇങ്ങനെ ഒന്ന് ഓർത്തു വെക്കാം വെറുതെ. എന്തൊക്കെ 2 കാര്യങ്ങളാണ്. അപ്പൊ എന്തൊക്കെ 2 കാര്യങ്ങളാണ്? 2 അജണ്ടയാണ് കേട്ടോ. രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാൻ 2 അജണ്ട ഉണ്ട്. ഒന്നാമത്തെ അജണ്ട എന്താണ്? എല്ലാവരും തുല്യരാകാൻ. അപ്പൊ ആർട്ടിക്കിൾ ഏതായിരിക്കണം? ഒന്നാമത്തെ അജണ്ട ആർട്ടിക്കിൾ 14. രണ്ടാമത്തെ അജണ്ട എന്താ? ബാലവേല നിരോധിക്കാൻ. ബാലവേല നിരോധിക്കാനുള്ള ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 24. ഈ 2 കാര്യങ്ങൾ എങ്ങനെ നേടിയെടുക്കാൻ? എന്തിലൂടെ? ഇത് നമ്മുടെ എയിമാണ് കേട്ടോ. 2 കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ. സമത്വം, ബാലവേല നിരോധനം നേടിയെടുക്കാൻ അതിനുള്ള റൂട്ട്, അതായത് എന്തിലൂടെയാണ് നമ്മൾ നേടിയെടുക്കാൻ പോണത്? എന്തിലൂടെയാണ്? ആർട്ടിക്കിൾ 44 44 എന്ന് പറയുമ്പോൾ തന്നെ 4 യൂണിഫോം ആയിട്ട് തോന്നുന്നില്ല. 4 യൂണിഫോം. അപ്പൊ യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡിലൂടെ ആര്? ആർട്ടിക്കിൾ 54 എന്താണ്? രാഷ്ട്രപതിയുടെ ഇലക്ഷൻ ആണ്, പ്രസിഡന്റ് ഇലക്ഷൻ ആണ്. അപ്പൊ പ്രസിഡന്റിനെ നമ്മൾ തെരഞ്ഞെടുക്കുവാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ 2 കാര്യം നടപ്പിലാക്കാൻ ഈ ഒരു മെത്തേഡിലൂടെ നമ്മൾ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തേക്കുക. അപ്പൊ ഒരു പർപ്പസ് ആണ് അല്ലെ. ഇത് ഈ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ഇന്ന മാർഗത്തിലൂടെ നമ്മൾ എന്ത് ചെയ്തു? ആരെ തെരഞ്ഞെടുത്തു? നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തു, ഒരു ആക്ട് നടത്തി. അവിടെ നമ്മൾ ചെയ്തു. എന്താ നമ്മൾ ചെയ്തത്? നമ്മൾ ചെയ്തതാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത്. ആർട്ടിക്കിൾ 54. ആരൊക്കെ ചേർന്നാ തെരഞ്ഞെടുത്തേക്കണേ? ഇവര് 3 പേര്. 124, 214, 324. 124 എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത്, സുപ്രീം കോടതി അല്ലെ. 124 സുപ്രീം കോടതി. പിന്നെ അത് ഷഫിൾ ചെയ്തിടുമ്പോൾ ഹൈക്കോടതി. പിന്നെ ഇത് 1, 2, 4 വന്നപ്പോൾ മിസ്സിംഗ് ആയ 3 ഉണ്ട്. 3 ഇവിടെ കൊടുത്ത ഇലക്ഷൻ കമ്മീഷൻ. ഇവര് 3 പേരും കൂടിയാണ് ഈ രാഷ്ട്രപതിനെ തെരഞ്ഞെടുത്തേക്കുന്നത് അല്ലെ. അപ്പൊ ഒന്നുകൂടെ പറയാൻ ഞാൻ, എന്തൊക്കെ 2 കാര്യങ്ങൾ നടപ്പിലാക്കാൻ? എന്തൊക്കെ 2 കാര്യം? നിയമസമത്വം, നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്, ആർട്ടിക്കിൾ 14. 2 ബാലവേല നിരോധനം, ബാലവേല നിരോധിക്കണം, ആർട്ടിക്കിൾ 24.
രണ്ടും ചെയ്യുന്നത് എന്തിലൂടെയാണ്? ഏകീകൃത സിവിൽ കോഡിലൂടെ. ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡ്. ആരെ തെരഞ്ഞെടുത്തത്? രാഷ്ട്രപതിയെ തെരഞ്ഞെടുത്തത് ആർട്ടിക്കിൾ 54. ആരൊക്കെ? 124 സുപ്രീം കോടതി, 214 ഹൈക്കോടതി, 324 ഇലക്ഷൻ കമ്മീഷൻ. നിങ്ങൾ പഠിച്ചോ? ആർട്ടിക്കിൾ 14 എന്തെന്ന് പറഞ്ഞു നോക്കിക്കേ. നിയമസമത്വമാണ്. 24 എന്താണെന്ന് പറഞ്ഞു നോക്കിക്കേ. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം. 44 എന്താണെന്ന് പറഞ്ഞു നോക്കിക്കേ. യൂണിഫോം സിവിൽ കോഡ്. 54 യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാൻ ആര്? രാഷ്ട്രപതിയെ തെരഞ്ഞെടുത്തു. 54 രാഷ്ട്രപതി ഇലക്ഷൻ. ആരൊക്കെ? 124 സുപ്രീം കോടതി, 214 ഹൈക്കോടതി ആൻഡ് 324 ഇലക്ഷൻ കമ്മീഷൻ. ഇത്ര ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് കിട്ടിയോ? അപ്പോ 4 എൻഡ് ചെയ്യുന്ന എത്ര ആർട്ടിക്കിൾസ് നമ്മൾ പഠിച്ചത്? 14, 24 രണ്ടെണ്ണം, പിന്നെ 44 ഏകീകൃത സിവിൽ കോഡ്, പിന്നെ 54 രാഷ്ട്രപതിയുടെ ഇലക്ഷൻ, 124, 214 സുപ്രീം കോടതി ഹൈക്കോടതി, 324 എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ. ഇത് കണക്ട് ചെയ്ത് പഠിക്കാം. 124, 214 സുപ്രീം കോടതി ഹൈക്കോടതി. ഇത് രണ്ട് കാര്യങ്ങൾ, നമുക്ക് ആവശ്യമുള്ള രണ്ട് കാര്യങ്ങൾ, നിയമസമത്വവും ബാലവേല നിരോധനം. 4 കാണുമ്പോൾ എന്തോർക്കണം? യൂണിഫോം സിവിൽ കോഡ്. ഇനി 54 രാഷ്ട്രപതിയുടെ ഇലക്ഷൻ ആണ്. 54 പഠിച്ചു വെക്കുക. 324 ഈ 3 ഇങ്ങനെ ആന്ന് വിചാരിക്കുക. ഇലക്ഷൻ കമ്മീഷന്റെ രൂപീകരണമാണ് 324. ക്ലിയർ ആയോ? ഓക്കെ. ആർട്ടിക്കിൾ 1 എന്താണെന്നറിയാമോ? ആർട്ടിക്കിൾ 1 പറഞ്ഞത് ഇന്ത്യ ഇസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആണ് ഇന്ത്യ എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 1. ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് ആർട്ടിക്കിൾ 1 പറയുന്നത്. ഇതില് ഈ 14, 24 ഒക്കെ നമ്മുടെ മൗലിക അവകാശമാണ് കേട്ടോ. 14, 24 നമ്മുടെ മൗലിക അവകാശങ്ങളിൽ വരുന്നതാണ്. അല്ലെ, ബാലവേല നിരോധനമാണെങ്കിലും നിയമസഭ നമ്മുടെ അവകാശങ്ങളാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വരുന്നതാണ്. 44 വരുന്നത് നമ്മുടെ DPSP-ലാണ്, അതായത് മാർഗനിർദ്ദേശ തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, മാർഗനിർദ്ദേശ തത്വങ്ങളിലാണ് 44 വരുന്നത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് നമുക്ക് എന്ത് വരുന്നത്? മൗലികാവകാശം വരുന്നത്. 36 തൊട്ട് നമുക്ക് അങ്ങോട്ട് DPSP ആണ് വരുന്നത്. അപ്പൊ DPSP-ലാണ് ഇത് വരുന്നത്. 36 തൊട്ട് 51 വരെ നമുക്ക് DPSP വരുന്നത്. അത് കഴിഞ്ഞ് 52 തൊട്ട് പിന്നെ പ്രസിഡന്റാ തുടങ്ങുന്നത്. അപ്പൊ അവിടെ 54 പ്രസിഡന്റിന്റെ ഇലക്ഷൻ ആണ്. പിന്നെ നമ്മൾ 100 പോയത്. 124 നമ്മൾ സുപ്രീം കോടതിയെന്ന് ഓർത്താൽ ഷഫിൾ ചെയ്ത് 214 ഹൈക്കോടതിയാന്ന് കിട്ടും. പിന്നെ 324 പഠിച്ചു വെച്ചാൽ മതി. എന്താണ് 324 പറഞ്ഞത്? ഇലക്ഷൻ കമ്മീഷൻ. അപ്പൊ ഇത്രയും കിട്ടിയല്ലോ. ഇതിൽ പലതവണ PSC പ്രീവിയസ് ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 44 PSC ചോദിച്ചിട്ടുണ്ട്, 324 PSC ചോദിച്ചിട്ടുണ്ട്, 24 PSC ചോദിച്ചിട്ടുണ്ട്, 14 PSC ചോദിച്ചിട്ടുണ്ട്, രാഷ്ട്രപതിയുടെ ഇലക്ഷനും PSC ചോദിച്ചിട്ടുണ്ട്, സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതുമാണ്. അപ്പൊ ഇത്രയും ആർട്ടിക്കിൾസ് 1, 2, 3, 4, 5, 6, 7 ആർട്ടിക്കിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ 7 ആർട്ടിക്കിൾസും നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കണം. ഇതെന്താണ് എന്ന് പറഞ്ഞു നോക്കുക. ഇത്രയും സെറ്റ് ആക്കുക. ഈ 7 ആർട്ടിക്കിൾസും നല്ല വൃത്തിയായിട്ട് പഠിക്കുക. നിങ്ങൾ പറഞ്ഞു നോക്കുക. പിന്നെ നമ്മൾ മൗലികാവകാശങ്ങൾ അതെല്ലാം പഠിക്കുമ്പോൾ നമ്മൾ ബാക്കി ആർട്ടിക്കിൾസ് ഒക്കെ നമുക്ക് വേണ്ടതെല്ലാം വൃത്തിയായിട്ട് പഠിച്ചോളും. പക്ഷെ ഇതിപ്പോ നമ്മൾ സിമ്പിൾ ആയിട്ട് ഇത്രയും പഠിച്ചില്ലേ? നിങ്ങൾക്ക് ക്ലിയർ ആയി, നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റി, നിങ്ങൾക്ക് ഈ ഒരു ക്യാപ്സ്യൂൾ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഇത് അറിയിക്കുക. നിങ്ങളുടെ കമന്റ്സ് ആണ് കൂടുതൽ ക്ലാസ്സുകൾ ഇവിടെ യൂട്യൂബിലൊക്കെ തരാനായിട്ട് നമുക്ക് പ്രചോദനമാവുന്നത്. സോ മാക്സിമം കമന്റ്സിലൂടെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടോ ഉണ്ടോ ഇല്ലയോ എന്നുള്ള അറിയിക്കണം. പിന്നെ നമ്മുടെ ആപ്പിൽ ആരെങ്കിലും ഒക്കെ ആപ്പ് കണ്ടിട്ടുള്ളവർ, ആപ്പ് യൂസ് ചെയ്യുന്നവർ ഇവിടെ യൂട്യൂബിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ ക്ലാസ് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും ഞാൻ PSC എക്സാം കഴിഞ്ഞിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ആപ്പിലേക്ക് വെൽക്കം ചെയ്യാണ്. നമ്മുടെ പുതിയ ആപ്പാണ്, നിങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണ്ട ഒരു പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഓക്കെ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. അടുത്തൊരു ക്യാപ്സ്യൂളുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും